ഇതിന് സ്തോത്രം വേണ്ടുവരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിയ വേളയിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, ഈ വൈകിയ വേളയെ ധന്യമാക്കുവാൻ തക്കവണ്ണം സർവശക്തനായ കർത്താവോടുകൂടെ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ചില നിമിഷങ്ങൾ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരുക്കപ്പെട്ട നല്ല സമയത്തിൽ സന്തോഷിക്കുന്നവർ, അപ്പൻ്റെ മക്കളായി അപ്പനിൽ നിന്ന് അകന്നു പോകാതെ അപ്പനോട് ചേർന്നിരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആധരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ ഈ നല്ല സമയം നല്ല കർത്താവിനെ, വാക്തത്വങ്ങളിൽ വാക്കുമാറാത്തവനെ, വിശ്വസ്തനായ കർത്താവിനെ, ആന്ത്യത്തോളം നമ്മോട് കൂടിയിരിക്കാമെന്ന് വാക്തത്വം ചെയ്ത നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറവിൽ മറച്ചു പരിപാലിക്കുന്നത് പോലെ നമ്മെ മറച്ചു പരിപാലിക്കുന്ന നല്ല കർത്താവിനെ, ഇന്നയോളം നമ്മെ വഴി നടത്തിയ നല്ല കർത്താവിനെ, തള്ളയാടുകളെ മെല്ലെ നടത്തി കുഞ്ഞാടുകളെ ചുമലിലെടുക്കുന്ന നല്ല കർത്താവ്, നമ്മെ ദയതോന്നി മെല്ലെ നടത്തുന്ന കൃപയ്ക്കായി, വീണുപോയ സ്ഥാനങ്ങളിൽ നിന്ന് നമ്മെ കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് നടത്തുന്ന കൃപയ്ക്കായി ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. അവൻ്റെ സ്നേഹം തിരിച്ചറിയുന്നവർ, അവൻ്റെ കരുതൽ തിരിച്ചറിയുന്നവർ ഈ നല്ല സമയം ഒരുമിച്ച് ഓ ഷീറാധാന യേശുവിൻ നാമത്തിൽ ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. മഹത്വത്തിൻ്റെ രാജാവിനെ, കർത്താവിനെ, അടുത്തുകൂടാത്ത വെളിച്ചങ്ങൾ വസിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഓ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹല്ലേലൂയ. സ്തുതി മുഖരിതമാകുമ്പോൾ, ഈ അന്തരീക്ഷം സ്തുതി മുഖരിതമാകുമ്പോൾ, ഈ പട്ടണ മധ്യത്തിൽ സ്വർഗത്തിലേക്ക് സ്തുതിയും സ്തോത്രവും ഉയരുമ്പോൾ, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ഒതുക്കപ്പെട്ടു പോയവരെ പട്ടണ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ സ്തുതി കുറയണ്ട, സ്തോത്രം കുറയണ്ട. അപ്പാ, ഈ നല്ല വൈകിയ വേളയിലും അങ്ങയുടെ നാമം മാത്രം ഉയരട്ടെ. അങ്ങേക്ക് മാത്രം ഞങ്ങളുടെ മാനവും മഹത്വവും ബഹുമാനവും പുകഴ്ചയും ഒക്കെയുമായിരിക്കട്ടെ. സാത്താൻ്റെ തല തകരുവാൻ, ശത്രുവിൻ്റെ പദ്ധതികൾ ഒടുങ്ങപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിലും അങ്ങയുടെ നാമം ഉയരുന്ന നല്ല വൈകിയ വേള ഞങ്ങൾക്കങ്ങ് ഒരുക്കിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നല്ല വൈകിയ വേള ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നല്ല കർത്താവ് നമുക്ക് അവസരം നൽകിയല്ലോ. വൈകിയ വേളയിലെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അതേ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മെ അനുഗ്രഹിക്കുവാൻ മടിയില്ലാത്തൊരു കർത്താവ്, എത്ര നമ്മെ അനുഗ്രഹിച്ചാലും, എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചാലും മതി വരാത്തൊരു കർത്താവ്, കൊതി തീരാത്തൊരു കർത്താവ്, അങ്ങനെ ഒരു ദൈവം നമുക്കുള്ള കൃപയ്ക്കായി ആ കർത്താവിനെ ഒരിക്കൽ കൂടി ഞാൻ സ്തുതിക്കുന്നു. ആമേൻ. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ അക്രമാനുകൃതമായി വായിച്ചു മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായി കഴിയും. ദൈവം അനുഗ്രഹിച്ച് കൊതി തീരാത്തവനത്രേ, ദൈവം അനുഗ്രഹിച്ച് മതി വരാത്തവനത്രേ. ഒരേ ഒരു കണ്ടീഷൻ മാത്രം, അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ നടക്കുക എന്ന ഒരു കണ്ടീഷൻ മാത്രം. ഇന്ന് ഈ വൈകിയ വേളയിൽ ആർക്കൊക്കെ എൻ്റെ കർത്താവിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ നടക്കുവാൻ താല്പര്യമുണ്ടോ, പ്രിയരെ, സ്തോത്രം, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആവർത്തിച്ചു പറയട്ടെ, നിങ്ങളെ അനുഗ്രഹിച്ച് ദൈവത്തിന് കൊതി തീരത്തില്ല. നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കി ദൈവത്തിന് കൊതി തീരത്തില്ല. നിങ്ങളുടെ ജീവിതത്തെ മഹത്വം നിറഞ്ഞതാക്കി ദൈവത്തിന് കൊതി തീരത്തില്ല. സകലത്തെയും വിട്ട് കർത്താവിൻ്റെ വാക്കിൻ്റെ പിൻബലത്തിൽ അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ആബ്രഹാമിനെ അനുഗ്രഹിച്ചിട്ടും കൊതി തീരാത്ത കർത്താവ് ഈ വൈകിയ വേളയിൽ പലതും വിട്ടെറിഞ്ഞ് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച നിന്നെ, പ്രിയ സഹോദര സഹോദരി, നീ ചിലത് വിട്ടെറിഞ്ഞ് ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ നിന്റെ പിതൃഭവനത്തെയും ചർച്ചക്കാരെയും വിട്ടെറിഞ്ഞ് ആബ്രഹാം
ഇറങ്ങി തിരിച്ചതുപോലെ നിനക്ക് വേണ്ടപ്പെട്ട പലതും, നിനക്ക് സന്തോഷം തരുന്ന പലതും, നിന്നെ കൊതിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന പലതും വിട്ടെറിഞ്ഞ് നീ എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു എങ്കിൽ കേൾക്ക്, 75 യാത്ര തുടങ്ങിയവൻ 76, 77, 78 ഇങ്ങനെ ദീർഘനാളുകൾ, മാസങ്ങളായി, വർഷങ്ങളായി കടന്നു പോകുമ്പോഴും പിടിവിടാതെ ആ കർത്താവിൻ്റെ പിന്നാലെ കൂടിയെങ്കിൽ അവനൊരു കാര്യം തിരിച്ചറിയാം. എന്നെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന ഈ ദൈവം അവൻ വാക്ക് മാറാത്തവനാണ്. ഈ ദൈവം അവൻ വിശ്വസ്തനാണ്. ഈ ദൈവം അവൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഈ ദൈവം അവൻ ഒരു നാളും ഉപേക്ഷിക്കത്തുമില്ല. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ആമേൻ, സ്തോത്രം. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷേ വേദപുസ്തകം വായിച്ചിട്ട് ചോദിക്കാം, ദൈവദാസനെ, ഈ ദൈവത്തെക്കുറിച്ച് ആബ്രഹാമിന് എങ്ങനെയാണ് അറിവ് കിട്ടിയത്? നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ? ആബ്രഹാമിന്റെ കുടുംബത്തിൽ ആരും ബൈബിൾ എടുത്തവരില്ല. ആബ്രഹാമിന്റെ കുടുംബത്തിൽ ആരും രക്ഷിക്കപ്പെട്ടവരില്ല. ആബ്രഹാമിന്റെ കുടുംബത്തിൽ ആരും മനസ്സാന്തരപ്പെട്ടവരില്ല. ആമേൻ, സ്തോത്രം. എന്നാൽ ഈ ആബ്രഹാമിന് എങ്ങനെയാണ് ഈ ദൈവത്തെ ഇത്രമാത്രം വിശ്വസിക്കുവാൻ കഴിഞ്ഞത്? 75-ാമത്തെ വയസ്സിൽ വാർദ്ധക്യം കടന്നു വന്ന് കൂടുകൂട്ടുന്ന സമയത്ത് വേണ്ടപ്പെട്ടവരുടെയും ബന്ധുക്കാരുടെയും മധ്യത്തിൽ എന്തെങ്കിലുമൊക്കെ വെടിവർത്തമാനം പറഞ്ഞ് സമയം പോക്കി കാലം കഴിക്കാമല്ലോ എന്ന് ചിന്തിക്കാതെ വാർദ്ധക്യം കടന്നു കയറിയ ശരീരവുമായി തനിക്കൊപ്പമുള്ളതിനെല്ലാം വാരിക്കെട്ടി ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ എന്താണ് ആബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തിരിച്ചറിവ്? വേദപുസ്തകം പരിശോധിച്ചാൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ആബ്രഹാമിന്റെ കാലത്തിനു മുമ്പ് ആബ്രഹാമിലേക്ക് എത്തിപ്പെടുന്നതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ വേദപുസ്തകം ക്രമാനുഗതമായി പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആബ്രഹാമിന് ഈ അറിവ് കിട്ടിയത് ദൈവം ആബ്രഹാമിന് മുമ്പേ അവിധത്തിൽ വിശ്വസ്തനായിരുന്നു പരിപാലിച്ച ഒരു മനുഷ്യനിലൂടെയാണ്. ആ മനുഷ്യന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇയ്യോബ് എന്നാണ് ആ മനുഷ്യന്റെ പേര്. ആബ്രഹാമിന് മുമ്പേ ദൈവത്തെ അറിഞ്ഞ മനുഷ്യൻ, ആബ്രഹാമിന് മുമ്പേ ദൈവത്തെ വിശ്വസിച്ച മനുഷ്യൻ, ആബ്രഹാമിന് മുമ്പേ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഉറച്ചു നിന്ന മനുഷ്യൻ. ആബ്രഹാമിനറിയാം, ഇയ്യോബിന് നഷ്ടപ്പെട്ടതിനെയൊക്കെ ഇരട്ടിയായി നൽകി ഈ ദൈവം അനുഗ്രഹിച്ചു എങ്കിൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോയതിനെയൊക്കെയും ദൈവം മടക്കി കൊണ്ടുവന്നുവെങ്കിൽ അവൻ വിശ്വസ്തനാണ്. അവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത് നഷ്ടമാകത്തില്ല. ചിലർ ചിന്തിക്കുന്നുണ്ട്, നഷ്ടമായോ? ഈ വൈകുന്നേരം നഷ്ടമായോ? ഈ സമയം നഷ്ടമായോ? ആരാധിച്ചത് നഷ്ടമായോ? പ്രാർത്ഥിച്ചത് നഷ്ടമായോ? ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയത് നഷ്ടമായോ? കേൾക്ക്, നഷ്ടമാകത്തില്ല. ആബ്രഹാമിനറിയാം, ഇയ്യോബിനെ വിടുവിച്ച ദൈവം, ഇയ്യോബിന് വേണ്ടി ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന ദൈവം, അതെ ഈ രാത്രിയിലും വിളിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്ന ചിലർക്ക് വേണ്ടി എന്റെ ദൈവം ഇറങ്ങി വരിക. ഹല്ലേലൂയ, സ്തുതിക്കുന്ന കർത്താവേ. ഇയ്യോബിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, ഇയ്യോബിന് വേണ്ടി ചുഴലിക്കാറ്റ് ഇറങ്ങി വന്ന ദൈവം, അതെ നിനക്ക് വേണ്ടി നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ നീ തളർന്നായിരിക്കുന്ന സമയത്ത്, നീ വേദന അനുഭവിച്ചായിരിക്കുന്ന സമയത്ത്, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടായിരിക്കുന്ന സമയത്ത്, അതേ എന്റെ ദൈവം സർവശക്തനായവൻ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഓ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആബ്രഹാമിന്റെ ജീവിതം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു സത്യം അതാണ്. എന്താണ്? ദൈവത്തിന് അനുഗ്രഹിച്ചാലും കൊതി തീരത്തില്ല. നീ ഇറങ്ങി തിരിച്ചത് സത്യമെങ്കിൽ, നീ അവന്റെ പിന്നാലെ നടക്കുന്നത് വിശ്വസ്തയോടെ എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ദൈവം അനുഗ്രഹിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ഈ സഹാക്കിൽ നിർത്തുന്നവനല്ല ദൈവം. ആമേൻ, ഹല്ലേലൂയ. അവിടം കൊണ്ട് നിർത്തുന്നവനല്ല ദൈവം. നീ പ്രാപിച്ചു തുടങ്ങിയാൽ, ആമേൻ, നീ ദൈവസന്നിധിയിൽ പ്രാപിച്ചു തുടങ്ങിയാൽ, ആമേൻ, നിന്റെ ജീവിതത്തിൽ, ആമേൻ, ഇത് തന്നെ ദൈവം തന്നുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ എന്റെ ദൈവം ഇട വരുത്തത്തേ ഇല്ല. കൃത്യമായ ഇന്റർവെല്ലുകളിൽ, കൃത്യമായ ഇടവേളകളിൽ ആവർത്തന വിരസതയില്ലാത്ത ജീവിതം നിനക്കുണ്ടാകുവാൻ എന്റെ ദൈവം നിന്റെ അടുക്കൽ വരും. നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഈ നല്ല വൈകിയവേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ചോദിക്കുന്നതിലും നീ നനയ്ക്കുന്നതിലും, നീ ചോദിക്കുന്ന ജോലിയെ കുറിച്ചല്ല, നീ ചോദിച്ച് ആഗ്രഹിച്ചായിരിക്കുന്ന ആ നല്ല ഭാവിയെ കുറിച്ചല്ല, അതിലപ്പുറമായി നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ വിശ്വസ്തനായി എന്റെ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. എന്തെങ്കിലും ചെറുത് നൽകി, എന്തെങ്കിലും ഒന്ന് നൽകി, ആമേൻ, ജീവിതത്തെ ആവർത്തന വിരസമാക്കി തീർക്കുവാൻ എന്റെ ദൈവം അനുവദിക്കും.
സമ്മതിക്കത്തേയില്ല. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കേന്ദ്ര വ്യക്തിത്വങ്ങളെ കാണുവാനായിട്ട് കഴിയും. വ്യക്തിത്വം എന്ന് പറയുവാൻ കഴിയുമോ അറിയത്തില്ല, മനസ്സിലാക്കുവാനായി നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഒന്ന് പിശാച്, മറ്റൊന്ന് ദൈവം. ആമേൻ. ഒന്ന് പിശാച്, മറ്റൊന്ന് ദൈവം. ആ പിശാചിനെ കുറിച്ച് പറയുന്നത് തന്നെ അവൻ പഴയ പാമ്പാണ്. പഴയ പാമ്പാണ് അന്നും ഇന്നും. മീൻസ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പിശാചിന് ഒരേ ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ: പ്രലോഭനം, ഭയപ്പെടുത്തൽ. ആമേൻ, സ്തോത്രം. എന്നാൽ വചനം പറയുന്നു ദൈവം പുതിയത് ചെയ്യുന്ന ദൈവമത്രേ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ദൈവം ആവർത്തന വിരസതയുടെ ദൈവമല്ല, ദൈവം പുതിയത് ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, ദൈവം പുതിയത് ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക്. ദൈവം ആവർത്തന വിരസത ഉണ്ടാകാത്ത പുതിയ കാര്യങ്ങള്, പുതിയ ആരോട് വ്യക്തമായി ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആവർത്തന വിരസതയില്ലാത്ത പുതിയത്, ആവർത്തന വിരസതയില്ലാത്ത പുതിയത്. യേശുവിൻ നാമത്തിൽ ആ പുതിയ അനുഭവത്തിലേക്ക് ചിലർ കാൽ വയ്ക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി നന്ദി കർത്താവേ, താങ്ക് യു ലോർഡ്. ചിലർ ആവർത്തന വിരസതയില്ലാത്ത അനുഭവങ്ങളിലേക്ക്. എന്താണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ആമേൻ, സ്തോത്രം. കേൾക്കണമേ, പിശാചിന്റെ പ്രവർത്തികളായി സ്തോത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ കാര്യങ്ങളെ ആവർത്തിച്ച് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഹൗവയുടെ അടുക്കൽ എങ്ങനെയാണോ പിശാച് കടന്നുപോയത്, അതുപോലെ തന്നെയാണ് പുതിയ നിയമങ്ങളിലേക്ക് എത്തുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലും കടന്നു വരുന്നത്. ആദത്തിനെ എന്ത് കാണിച്ചാണോ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെയാണ് യേശുവിനെയും പ്രലോഭിപ്പിക്കുവാൻ പിശാച് ശ്രമിക്കുന്നത്. തുടർന്ന് ശിഷ്യന്മാരുടെ ജീവിതത്തിലും ആ പ്രലോഭനത്തെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ, മറ്റാരും വന്നില്ലെങ്കിലും അതിനു മുമ്പേ പിശാചായവൻ കടന്നു വരും. ശ്രദ്ധിക്കണമേ, ആമേൻ. നമ്മൾ വിശ്വാസികളായതുകൊണ്ട്, നമ്മൾ ഭക്തരായതുകൊണ്ട്, ഈ വൈകുന്നേരം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവരായതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ അല്പമൊന്ന് ചിന്തിച്ച് പുകഴ്ന്നേക്കാം. അങ്ങനെയൊന്നും ഒരു പന്ന പിശാചും എൻ്റെ അടുത്തൽ വരത്തില്ല എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ അവൻ ആലോചിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ദൈവം ആ ഒരു പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് തന്നെ പിശാച് നിങ്ങളുടെ അടുക്കൽ എത്തിയിട്ടുണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. എപ്പോഴാണ് പിശാച് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുന്നത്? ആമേൻ. എങ്ങനെയാണ് പിശാചിന്റെ ആ കടന്നു വരവിനെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുക? ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, എപ്പോഴാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കൽ പിശാച് കടന്നു വരുന്നത്, അല്ലെങ്കിൽ എന്ത് സ്തോത്രം എങ്ങനെ പിശാചിന്റെ കടന്നു വരവ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിശാചിന്റെ വരവിനെ കുറിച്ച് പറയുന്നു. അവൻ കള്ളൻ വരുന്നത് പോലെ വരും. വാതിൽ നിന്ന് മുട്ടിയിട്ടല്ല, അവൻ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടല്ല, നിനക്കാത്ത സമയത്ത് കള്ളൻ വരും. കള്ളൻ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അറുത്ത് കളയും, മുടിച്ചു കളയും, മോഷ്ടിക്കും. അറുക്കുക, ടു കിൽ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. കൊല്ലുക. പിശാച് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മരണകരമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. പലതിനും കൊല്ലപ്പെടലിന്റെ അനുഭവം ഉണ്ടാകാം. ആമേൻ, സ്തോത്രം. മരണപരമായ അനുഭവങ്ങൾ ഉണ്ടാകാം. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, മരണവപ്രാളമാണ്, എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്നറിയത്തില്ല, ആഹാരം കഴിച്ചാൽ ഇറങ്ങുന്നില്ല, അവൻ വെള്ളം കുടിച്ചാൽ ദാഹം തീരുന്നില്ല. വല്ലാത്തൊരു മരണവപ്രാളം, വല്ലാത്തൊരു പരവേശം, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. അവൻ ആ അവസ്ഥയിലായിരിക്കുന്നവൻ നോക്കി ദൈവം ഒരിക്കൽ പറയേണ്ടായി, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു പോകേണ്ട. ആമേൻ, ഭ്രമിച്ചു പോകേണ്ട. ഭ്രമിപ്പിക്കുക എന്ന പിശാചിന്റെ തന്ത്രം, ആമേൻ, സ്തോത്രം, കൊല്ലുകയാണ്. ആമേൻ. നമ്മുടെ ആത്മാവിനെ കൊന്നുകളയുവാൻ, നമ്മുടെ സന്തോഷങ്ങളെ കൊന്നുകളയുവാൻ, നമ്മുടെ സമാധാനത്തെ കൊന്നുകളയുവാൻ, നമ്മുടെ നന്മകളെ കൊന്നുകളയുവാൻ പിശാചായവൻ കടന്നു വരുന്നു. തുടർന്ന് പറയുന്നു നശിപ്പിക്കുവാൻ, അഥവാ ടു ഡിസ്ട്രോയ്, നശിപ്പിക്കുക. ആമേൻ, സ്തോത്രം. നോക്കൂ, വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് പലപ്പോഴും ഭക്തന്മാരുടെ ജീവിതത്തിന് നേരെ ബാലസിംഹങ്ങൾ കടന്നു വരുന്നതായിട്ട് കാണുവാനായി കഴിയും. 91-ാം സങ്കീർത്തനത്തിൽ മോശ പറയുന്നു, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ ഇരിക്കും, അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അർത്ഥം, നീ അതിന് ഇരയായി തീരത്തില്ല. കേൾക്കണമേ, ഈ ബാലസിംഹം എന്തിനാണ്, സ്തോത്രം, ആമേൻ, ഇര കിട്ടാതെ വിശന്നിരിക്കുന്ന ബാലസിംഹം ആക്രമിക്കുന്നത്? അത് ഇരയ്ക്ക് വേണ്ടി ആക്രമിക്കുന്നതല്ല, മറിച്ച് നശിപ്പിച്ചു കളയുക എന്ന ലക്ഷ്യത്തോടെ നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കുക, നിങ്ങളെ
നിങ്ങളെ പ്രയോജനമില്ലാത്തവരാക്കുക. ആ മുറിക്കകത്ത് തന്നെ നിന്റെ ജീവിതത്തെ അവസാനിപ്പിക്കുക. ആ ഇട്ടാവട്ടത്തിനകത്ത് വട്ടം കറങ്ങി നിന്റെ ജീവിതം തീർന്നു പോകുക. ഒന്നിനും കൊള്ളാത്തവനായി 4 പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ നീ ആഗ്രഹിച്ചതുപോലെ, നീ സ്വപ്നം കാണുന്നത് പോലെ നീ കരയുക, നിന്റെ ഉള്ളം കരയുക. ഒന്നും ആകുവാൻ കഴിയില്ല. 4 പേർ കൂടുന്നിടത്ത് അഭിമാനത്തോടെ തല നിവർത്തി എനിക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ എന്ത് നിന്റെ ജീവിതത്തിൽ നല്ലതുണ്ടെന്ന് ചോദിച്ചാൽ നല്ലതൊന്ന് പറയുവാൻ കഴിയാതെ പണ്ടുണ്ടായിരുന്ന ചിലതിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞ് മടുത്തായിരിക്കുന്ന നിന്നെ നോക്കി ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. അതേ സ്തോത്രം, പുതിയ കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ഒരുങ്ങിക്കോ. പുതിയ ആ ഇട്ടാവട്ടത്തിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു യേശുവിൻ നാമത്തിൽ ആ ഇട്ടാവട്ടത്തിനകത്ത് നിന്ന്, രോഗം മുഖാന്തരം നീ ബാധിക്കപ്പെട്ടായിരിക്കുന്ന ആ ഇട്ടാവട്ടത്തിനകത്ത് നിന്ന്, ഉറക്കമില്ലായ്മയുടെ രാത്രികൾ നിനക്ക് സമ്മാനിക്കുന്ന ആ ഇട്ടാവട്ടത്തിൽ നിന്ന്, സ്വസ്ഥതയും സമാധാനത്തെയും കവർന്നെടുത്ത് കളയുന്ന ആ ഇട്ടാവട്ടത്തിൽ നിന്ന്, യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിസ്ട്രോയ്, നശിപ്പിക്കുക. നമ്മൾ തന്നെ ഒരു പരിധി കഴിയുമ്പോൾ പറയും എല്ലാം നശിക്കട്ടെ, എല്ലാം തകരട്ടെ. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. ആമേൻ, സ്തോത്രം. തുടർന്ന് പിശാച് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? സ്തോത്രം, മോഷണം. ആമേൻ, മോഷ്ടിക്കുക എന്ന പിശാചിന്റെ പ്രവൃത്തി നമ്മൾ അനുഭവിക്കേണ്ട സന്തോഷത്തെ മോഷ്ടിക്കുന്നു, നമ്മൾ അനുഭവിക്കേണ്ട നന്മകളെ മോഷ്ടിക്കുന്നു, നമ്മൾ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളെ മോഷ്ടിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അധ്വാനിക്കുന്നവരാണ്, ചേർത്ത് വെച്ചത് മിച്ചമുണ്ടോ? ആമേൻ, സ്തോത്രം. നിങ്ങൾ വിതച്ചത് കൊയ്ത് സന്തോഷത്തോടെ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം സന്തോഷത്തോടെ അനുഭവിച്ച് അർദ്ധരാത്രികളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നല്ലതുണ്ടെന്ന് പുറത്ത് പറയുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ അധ്വാന ഫലത്തെ, നിന്റെ നന്മകളെ നഷ്ടപ്പെടുത്തി മോഷ്ടിച്ചെടുത്ത് കളയുന്ന പിശാചിന്റെ പ്രവൃത്തി ഇന്ന് ഈ വൈകിയവേളയിലും വിളിച്ചു പറയട്ടെ. നീ അവിധത്തിൽ മോഷ്ടിക്കപ്പെട്ടവനായിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കട്ടെ ഇല്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ. നിന്റെ ജീവിതത്തിൽ നിന്ന് ആമേൻ മോഷ്ടിക്കപ്പെട്ടു പോയത്, നിന്റെ ജീവിതത്തിൽ നിന്ന് ശത്രു കവർന്നു കൊണ്ടുപോയത്, നിന്റെ സന്തോഷമാകട്ടെ, നിന്റെ പ്രായമാകട്ടെ, നിന്റെ തൊഴിലാകട്ടെ, നിന്റെ നന്മകളാകട്ടെ, നിന്റെ മക്കളുടെ അനുഗ്രഹങ്ങളാകട്ടെ, നിന്റെ ആത്മീയ അനുഭവങ്ങളാകട്ടെ, കേൾക്ക്. തെല്ലുപോലും അളവ് കുറയാതെ തിരികെ തരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. വചനം പറയുന്നു അവൻ ഇരട്ടിയായി തിരികെ നൽകും. പിന്നെയും വചനം പറയുന്നു, സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, കള്ളൻ ആമേൻ വീശന്നിട്ട് മോഷ്ടിച്ചാൽ അവനെ വിടും, പക്ഷേ അവനെ കൈയോടെ പിടിച്ചാൽ അവൻ 7 മടങ്ങ് തിരികെ നൽകേണ്ടി വരും. ആമേൻ. മോഷ്ടിക്കുന്നതിനെ 7 മടങ്ങായി തിരികെ പ്രാപിക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. എന്തൊക്കെ നിന്റെ ഇന്നലകളിൽ മോഷ്ടിക്കപ്പെട്ടു പോയോ? ഏതൊക്കെ ദിവസങ്ങൾ നിന്റെ ജീവിതത്തിലെ കരിദിനങ്ങളായി മാറിയോ? ഏതൊക്കെ രാത്രികൾ നിന്റെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത രാത്രികളായി തീർന്നുവോ? കേൾക്ക്. 7 മടങ്ങായി ഇരട്ടിയായി മടക്കി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഈ വൈകിയവേളയിലും അതേ ദൈവം ആവർത്തിച്ച് വിളിച്ചു പറയുന്നു, അതേ 7 മടങ്ങായി നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ, നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ, നഷ്ടപ്പെട്ടു പോയ നന്മകളെ, നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തെ, നഷ്ടപ്പെട്ടു പോയ നല്ല കാലത്തെ, നഷ്ടപ്പെട്ടു പോയ നല്ല അനുഭവം തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ കരഞ്ഞു തീർത്ത രാത്രികൾക്ക് പകരം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശത്രുവിനോട് മാത്രമല്ല എൻ്റെ ദൈവം പ്രതികാരം ചെയ്യുന്നത്. അവന്റെ ശത്രുവിനോട് മാത്രമല്ല എൻ്റെ ദൈവം പ്രതികാരം ചെയ്യുന്നത്. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾക്ക് എൻ്റെ ദൈവം പ്രതികാരം ചെയ്യും. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾക്ക് എൻ്റെ ദൈവം പ്രതികാരം ചെയ്യും. നിന്നിൽ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തിന് എൻ്റെ ദൈവം പ്രതികാരം ചെയ്യും. അവൻ പ്രതികാരങ്ങളുടെ ദൈവം. ഒരു പ്രതിഫലം ഉണ്ടാകും. ഹല്ലേലൂയ. നിശ്ചയമായി എന്നെ കേൾക്കുന്ന പ്രിയരെ തിരിച്ചറിയണമേ, പിശാച് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ആമേൻ. ഒന്ന്, നിങ്ങൾ മോഷ്ടിക്കപ്പെട്ടവരായി മാറും. ആമേൻ. നിങ്ങൾ മോഷ്ടാക്കളായി മാറുമെന്നല്ല, നിങ്ങൾ മോഷ്ടിക്കപ്പെട്ടവരായി മീൻസ് നിങ്ങൾ കവർച്ചയായി മാറും. നിങ്ങൾ കവർച്ചയായി മാറും. 2, നിങ്ങൾ നശിപ്പിക്കപ്പെടും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കപ്പെട്ടു പോകും. 3, നിങ്ങൾ കൊല്ലപ്പെടുന്നവരായി, നിങ്ങൾ മരണ തുല്യമായ ജീവിതം അനുഭവിക്കുന്നവരായി മാറും. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും? മോഷണവും നശീകരണവും കൊല്ലപ്പെടലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മെല്ല് ചെയ്യുക, പിശാച് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പിശാച്
കടന്നു വന്നിട്ടുണ്ട്. ഇനി എപ്പോഴാണ് പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? ആവർത്തിച്ച് പറയട്ടെ, ദൈവം നിങ്ങളെ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാൻ പോകുന്നു എന്ന ഉറപ്പുണ്ടാകുന്ന സമയത്ത് പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുറപ്പെട്ടു വരും. ആമേൻ, സ്തോത്രം. അതുവരെ അവൻ നിങ്ങളെ കാണത്തില്ല, അതുവരെ അവൻ നിങ്ങളുടെ നേരെ നോക്കത്തില്ല. പക്ഷേ എപ്പോഴാണോ, നോക്കൂ, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ സുപരിചിതമാണല്ലോ. സ്വർഗത്തിലൊരു കൗൺസിൽ നടക്കുകയാണ്. സ്വർഗത്തിലൊരു കൗൺസിൽ നടക്കുന്നു. ദൂതന്മാരുടെ വലിയ സ്തോത്രം, ദൂതന്മാരുടെ വലിയ സൈന്യം അവിടെയുണ്ട്. വലിയ കൂട്ടം ദൂതന്മാർ. അവർ എങ്ങനെയായിരിക്കും? ദൈവത്തിന്റെ സന്നിധിയിൽ പാടി നൃത്തം ചെയ്ത് ദൈവത്തെ പുകഴ്ത്തി ആരാധിച്ചുകൊണ്ടേ ഇരിക്കുന്ന അനുഭവം. ചാടി തുള്ളി നൃത്തം ചെയ്ത് നമ്മൾ ദൈവത്തെ നിശ്ചയമായും ആരാധിക്കേണ്ടിയിരിക്കുന്നു. കാരണം വചനം പറയുന്നു, നമ്മൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, നമ്മൾ സ്വന്തം ജനമാണ്, നമ്മൾ പ്രിയ മക്കളാണ്. ഹല്ലേലൂയ. അവർ നൃത്തം ചെയ്ത് ആരാധിക്കുമെങ്കിൽ നമ്മൾ അതിലും ഉച്ചത്തിൽ ചാടി തുള്ളി നൃത്തം ചെയ്ത് ആരാധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്തോത്രം, സ്വർഗീയ കൗൺസിൽ നടക്കുകയാണ്. പല കോടി ദൂതന്മാരുണ്ട്. നടുക്ക് ആ സിംഹാസനസ്ഥനായ ദൈവമുണ്ട്. ദൈവം പറയുന്നു, നോക്കൂ, ഞാൻ എൻ്റെ മകനെ കണ്ടെത്തി, അല്ലെങ്കിൽ എൻ്റെ മകൻ അതാ, ആമേൻ, സ്തോത്രം, ഊസ് എന്ന ദേശത്തുണ്ട്. അവന്റെ പേർ ഇയ്യോബ് എന്നാണ്. അവൻ നിഷ്കളങ്കനാണ്, അവൻ നീതിമാനാണ്, അവൻ ദോഷം വിട്ടകന്നവനാണ്. എവിടെ, ആരാണ് സാക്ഷ്യം പറയുന്നത്? ദൈവം സാക്ഷ്യം പറയുകയാണ്. സാറാബുകൾ പിന്നെയും ചിറകടിച്ച് ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ, മഹത്വപ്പെടുത്തുന്ന സമയത്ത് ദൈവം അടുത്ത വാക്ക് പറയുവാൻ പോവുകയാണ്. അവൻ നിഷ്കളങ്കനായിരുന്നത് കൊണ്ട്, അവൻ നീതിമാനായിരുന്നത് കൊണ്ട്, അവൻ വിശ്വസ്തയോടെ ആയിരുന്നത് കൊണ്ട് ഞാൻ അവനെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. അവന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഇരട്ടിയായി ഞാൻ അവനെ അനുഗ്രഹിക്കുവാനായി പോകുന്നു. ഇരട്ടിയായി ഞാൻ അവനെ അനുഗ്രഹിക്കുവാനായി പോകുന്നു. നോക്ക്, ആ കൗൺസിലിൽ ആ വാക്ക് വീണ അതേ സെക്കൻഡിൽ പിശാച് അവിടെ എത്തി. ആമേൻ, സ്തോത്രം. ദൈവം ഒരുത്തനെ ഇരട്ടിയായി അനുഗ്രഹിക്കുവാൻ പോകുന്നു എന്ന വാക്ക് വീണ മാത്രയിൽ പിശാച് അവിടെ എത്തി. പിശാച് വാദിക്കുവാനായി തുടങ്ങി. ആമേൻ, നീ ഒന്ന് വേലി വിളിച്ചു നോക്ക്. നിന്റെ ഭക്തൻ നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. നല്ലൊരു പ്രശ്നം വന്നാൽ അവൻ നിന്നെയും നിന്റെ അപ്പനെയും ഒക്കെ പറഞ്ഞിട്ട് ഓടുന്നവനാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലപ്പോഴും പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ ജയമെടുക്കുന്നത് ഈ അവസരങ്ങളിലാണ്. ആമേൻ, നമ്മെക്കുറിച്ചും ദൈവം വലിയ പദ്ധതികൾ തയ്യാറാക്കും. നമ്മൾ വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് കൊണ്ട്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ അവന്റെ സന്നിധിയിലായിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മുടെ നിഷ്കളങ്കത കണ്ട്, നമ്മുടെ നീതി പ്രവർത്തികൾ കണ്ട്, ക്രിസ്തു മുഖാന്തരമുള്ള നമ്മുടെ നീതി പ്രവർത്തികൾ കണ്ട് നമ്മെ അനുഗ്രഹിക്കുവാനായി എഴുന്നേൽക്കും. ആമേൻ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായി തീരുമാനമെടുക്കും. പലപ്പോഴും നമുക്കത് കാണുവാനായിട്ട് കഴിയും. ചില സാഹചര്യങ്ങൾ ഒത്തുവരും. നമ്മൾ പറയും, ഇത്തവണ ഞാൻ നേടും. ആമേൻ, ഇത്തവണ ആമേൻ അത് സംഭവിക്കും. ഇത്തവണ ആ നല്ല ജോലി കിട്ടും. ഈ ജോലി അനുഗ്രഹമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. ഈ വിശാലത എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇത്തവണ അവൻ നന്നാകും. ഇത്തവണ അവൾ മാനസാന്തരപ്പെടും. ഇനി എൻ്റെ ജീവിതത്തിൽ കണ്ണുനീരുണ്ടാകത്തില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ നിരാശ ഉണ്ടാകത്തില്ല. കാരണം ആമേൻ, ഭാവിയെ കാണുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ചിലത് ഒത്തു വരുമ്പോൾ നമ്മളും മനസ്സിലാക്കും, ഇതോടെ രക്ഷപ്പെടും, ഇതോടെ കഷ്ടം തീരും, ഇതോടെ കണ്ണുനീർ മാറും. പക്ഷേ എന്തുകൊണ്ട് ദൈവത്തിന്റെ മക്കളായിരുന്നിട്ടും ആ മുൻപിൽ കാണുന്ന ആ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല? കാരണം പിശാച് അവിടെ നിന്ന് യാത്ര പുറപ്പെടും. ആമേൻ. അപ്പോൾ പിശാച് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവനെയും അവളെയും വേലി കെട്ടി സംരക്ഷിച്ചു, ഇന്ന് വരെയും തകർന്നു പോകാതെ അവനെയും അവളെയും നിർത്തി. പല കഷ്ടങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോൾ, പല പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ അടിക്കടി കടന്നു വന്നപ്പോൾ, പ്രതികൂലത്തിന്റെ വെല്ലുവിളികളുടെ വൻ തിരകൾ ആഞ്ഞു വീശിയപ്പോൾ അവരുടെ പടക് മുങ്ങിപ്പോകാതെ നീ കാത്തു പരിപാലിച്ചു. ദൈവമേ, നീ അവരെ കാത്തു പരിപാലിച്ചത് കൊണ്ട് മാത്രമാണ് അവർ നിന്റെ സന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കുന്നത്. അവന്മാർ മഹാകള്ളന്മാരാണ്, അവളുമാർ മഹാകള്ളികളാണ്. നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. നീ മക്കളോടുള്ള സ്നേഹം നിമിത്തം നീ വിശ്വസിച്ചു പോകുന്നു. ആമേൻ, നമ്മളിൽ പല അപ്പനമ്മമാരെ പോലെ. ദൈവം അങ്ങനെയല്ല കേട്ടോ. ആമേൻ, സ്തോത്രം. പിശാച് പിന്നെയും പറയുകയാണ്, നീ ആ വേലി ഒന്ന് പൊളിച്ച് മാറ്റി നോക്ക്, നീ ആ ചിറകൊന്ന് മാറ്റി നോക്ക്, നീ
ആ കൈയൊന്ന് പിൻവലിച്ച് നോക്ക്. അപ്പോഴറിയാം നീ പറഞ്ഞ നിന്റെ മക്കളുടെ ഗുണം. ആമേൻ. പലപ്പോഴും നമ്മുടെ മുമ്പിൽ ദൈവം തലകുനിക്കേണ്ടി വരും. ആമേൻ, സ്തോത്രം. നമ്മൾ പിന്മാറിപ്പോകും. കഷ്ടത വരുമ്പോൾ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ, പ്രതീക്ഷിക്കുന്ന നല്ലത് സംഭവിക്കാതിരിക്കുമ്പോൾ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, തിരിച്ചറിയണമേ, കഷ്ടത പ്രതീക്ഷിക്കാത്ത നേരത്ത് കടന്നു വരുമ്പോൾ, പ്രതീക്ഷിക്കാത്തത് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, വലിയ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, നീ ഒന്ന് തിരിച്ചറിയണം, ദൈവം നിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലതൊന്ന് ചെയ്യുവാൻ പദ്ധതി ഒരുക്കിയിരിക്കുന്നു. ദൈവം നിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ചെയ്യുവാൻ പോകുന്നു. അതെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമയമായി ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് ഈ വൈകിയ വേളയിലും ഇതിനകത്തായിരിക്കുന്ന എന്റെ ശബ്ദം കേട്ടായിരിക്കുന്ന ദേശമേ, ഈ മെസ്സേജ് കേൾക്കുവാൻ പോകുന്ന പ്രിയരെ, നിങ്ങളോടായി വിളിച്ചു പറയട്ടെ, അതേ പ്രശ്നമേറുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധികൾ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ വെല്ലുവിളിക്കപ്പെടുന്ന അനുഭവത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ കേൾക്ക്, ദൈവത്തിന്റെ പ്രവൃത്തി തൊട്ടു മുമ്പിൽ യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി, ഇരട്ടിയാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത് തിരികെ തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, നിന്നെ പ്രാപിക്കുന്നവനാക്കി മാറ്റുന്ന അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വൈകിയ വേളയിൽ സംസാരിക്കുക, നിന്നെ പ്രാപിക്കുന്നവനാക്കി മാറ്റുന്ന. Hallelujah. Thank you Lord. Hallelujah. എനിക്കറിയത്തില്ല ആരോടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. തളർന്ന ആരെയോ കർത്താവ് ശാക്തീകരിക്കുന്നുണ്ട്. പ്രിയ മകളെ, ഒന്നും തീർന്നിട്ടില്ല. നീ കരുതുന്നത് പോലെ ഒന്നും തീർന്നിട്ടില്ല. സ്തോത്ര, അങ്ങനെ തീർത്ത് കളയുവാൻ എൻ്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ തീർത്ത് കളയുവാൻ, പിശാചിന് തീർത്ത് കളയുവാൻ, പിശാചിന് അവസാനിപ്പിച്ച് കളയുവാൻ, പിശാചിന് ഇല്ലാതാക്കി കളയുവാൻ നിന്നെ എൻ്റെ യേശു ഇട്ടുകൊടുക്കത്തില്ല. സഹോദര, നിന്നെ എൻ്റെ യേശു ഇട്ടുകൊടുക്കത്തില്ല. നീ ഏതെങ്കിലും അർദ്ധരാത്രിയുടെ ഒരു സമയത്ത് ആമേൻ ആവേശം കയറിയിട്ടാണോ, ആമേൻ ആത്മാ നിറവിലാണോ നീ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, നീ കർത്താവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, പത്രോസേ, നിന്നെ വിട്ടെന്റെ നാഥൻ പോകത്തില്ല. ഇത് ആവർത്തിച്ച് പറയുന്ന ദൂത. നീ പത്രോസ് ആണെങ്കിൽ നീ എവിടെ ഓടിയാലും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിളിച്ചു പറഞ്ഞ പത്രോസിനെ തേടി പിന്നെയും ഗലീല കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയവൻ. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നീ യൂദയല്ല നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകുവാൻ. നീ നമ്പിക്ക ദ്രോഹിയല്ല. നീ അവനെ ചതിച്ചവനല്ല. നിന്റെ ഗതികേട് കൊണ്ട് പിന്മാറിപ്പോയവനാ. നിന്റെ ഗതികേട് കൊണ്ട് മാറി നിൽക്കുന്നവളാ. നിന്റെ സ്തോത്രം, നിന്റെ അവസ്ഥ കൊണ്ട് പിന്മാറിപ്പോയവരാ. നിങ്ങളെ മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. പത്രോസിനെ മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. പത്രോസിനെ ഒപ്പമുള്ളവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ എൻ്റെ യേശുവിനെ മനസ്സിലാകും. ഇവൻ എന്നെ ഒരു ദിവസം അറിഞ്ഞവനാണ്. ഇവൻ എന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞവനാണ്. എൻ്റെ വാക്ക് കേട്ട് എൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവനാണ്. ഇവനെ വിട്ട് ഞാൻ പോകത്തില്ല. അവൻ വിട്ടുപോയാൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നെ വിട്ട് എൻ്റെ യേശു പോകത്തില്ല. നിന്നെ വിട്ട് എൻ്റെ യേശു പോകത്തേയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. എപ്പോഴാണ് ആമേൻ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ പോകുന്നു എന്ന് ആമേൻ സ്തോത്രം പിശാച് തിരിച്ചറിയുമ്പോൾ. നോക്കൂ, 430 വർഷം ഈ വാക്ക് ഒരു വിശ്വാസി കേൾക്കുമ്പോൾ തന്നെ അവന് പെട്ടെന്ന് വരും മിസ്രയീമിൽ അനുഭവിക്കുന്ന കഠിനമായ ശോധന, കഠിനമായ കഷ്ടതയുടെ അനുഭവം. എപ്പോഴാണ് മിസ്രയീമിൽ കഷ്ടതയുണ്ടായത്? ആബ്രഹാമിനെ ഓർത്ത് ദൈവം തൻ്റെ ജനത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാനായി തുടങ്ങുമ്പോൾ. നിങ്ങൾ മനസ്സിലാക്കുക, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആബ്രഹാമിനോട് ദൈവം ചെയ്യുന്ന ഒരു ഉടമ്പടി കാണുവാനായി കഴിയും. ആബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ആബ്രഹാമേ, അവർ ഒരു ദേശത്ത് സ്റ്റക്കായി നിൽക്കും. ആമേൻ. അവരൊരു ദേശത്ത് പെട്ടുപോകും. പക്ഷേ നീ ഭയപ്പെടേണ്ട, ഞാൻ അവരെ അവിടെ വലിയൊരു ജാതിയാക്കും. അവരെ ഞാൻ അവിടെ നിന്ന് ബഹുസമ്പത്തോടുകൂടെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ഇതേ വാക്കുകൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആബ്രഹാമിനോടുള്ള ഉടമ്പടി ദൈവം ഓർക്കുകയാണ്. എപ്പോഴാണ്? ആമേൻ. മിസ്രയീമിൽ ദൈവത്തിന്റെ ജനം പെറ്റുപെരുകിയപ്പോൾ, മിസ്രയീമിൽ ദൈവത്തിന്റെ ജനം 70-ൽ നിന്ന് 30 ലക്ഷത്തിലേക്ക് വർദ്ധിച്ചപ്പോൾ, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ഒരുപക്ഷെ വലിയ കഷ്ടതയിൽ, വലിയ പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഏറ്റവും അധികം ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില വാക്കുകളാണ് വർദ്ധനവ്, സമൃദ്ധി, പ്രോസ്പെരിറ്റി. ആമേൻ, സ്തോത്ര. ഇത് ചിലർക്ക് ദഹിക്കത്തില്ല, ഇത് ചിലർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. ആമേൻ. ഞാനും ഒത്തിരി തെറിവിളി കേട്ടിട്ടുള്ള കാര്യമാണ് ഈ വർദ്ധനവിനെ കുറിച്ച് പറയുമ്പോൾ.
എന്നാൽ കേൾക്കണമേ, കേവലം 70-നെ 30 ലക്ഷമാക്കി വർദ്ധിപ്പിക്കുന്ന ദൈവം വർധനവിന്റെ ദൈവമല്ലാതെ ക്ഷാമത്തിന്റെ ദൈവമാണോ? ആമേൻ, ഹല്ലേലൂയ. കേവലം 70 പേരെ 30 ലക്ഷമാക്കി വർദ്ധിപ്പിക്കുന്ന ദൈവത്തെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ആമേൻ. ഒരുത്തന്റെ കയ്യിലിരുന്ന പൂപ്പൽ പിടിച്ച, ആമേൻ, വിയർപ്പ് കൊണ്ട് വൃത്തികേടായി തീർന്ന, ഉപയോഗശൂന്യമായി തീർന്ന 5 അപ്പത്തെയും 2 മീനിനെയും 5000 ആണും അവരുടെ 10,000 സ്ത്രീകളും അവരുടെ കുഞ്ഞുമക്കളും വൃദ്ധന്മാരും തിന്നിട്ടും തീരാതെ പിന്നെയും കുട്ടയിൽ എടുക്കുവാൻ തക്കവണ്ണം വർദ്ധിപ്പിച്ച ദൈവം പിന്നെ ക്ഷാമത്തിന്റെ ദൈവമാണോ? ആമേൻ. എന്റെ ദൈവം വർധനവിന്റെ ദൈവം അത്രേ. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എന്റെ ദൈവം വർധനവിന്റെ ദൈവം അത്രേ. നിങ്ങൾ അവരെ പന്തിയായി ഇരുത്ത്, ഞാൻ അവർക്ക് വേണ്ടത് നൽകും. ആമേൻ. നിങ്ങൾ അവരെ പന്തിയായി ഇരുത്ത്, ഞാൻ അവർക്ക് വേണ്ടത് നൽകും. ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് തരാമെന്നല്ല, എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട് നിന്റെ ഇല്ലായ്മയെ തീർത്തു തരുവാൻ, നിന്റെ ദാരിദ്ര്യത്തെ തീർത്തു തരും. ഓ യേശുവിൻ നാമത്തിൽ ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, പന്തിയായി ഇരുത്തുവാൻ ആമേൻ മടിക്കണ്ട, നിന്റെ കയ്യിലുള്ളത് കൊടുക്കണ്ട. ആമേൻ. ശിഷ്യന്മാർ ചോദിച്ചതാ, യേശുവേ 10-200 വെള്ളിയെങ്കിലും വേണം. ആമേൻ. ഇതിലിപ്പോ എവിടെ പോകാനാ? ഒരു പരിപാടി നടക്കത്തില്ല. പക്ഷെ യേശു പറയുന്നുണ്ട്, നിങ്ങൾ അവരെ ഇരുത്ത്, അവർക്ക് വേണ്ടത് കൊടുക്കാൻ എന്റെ പക്കലുണ്ട്. നീ ചിലരെ ഇരുത്ത്, നീ ചിലരെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ട് ഇരുത്ത്, അവർക്ക് തിന്ന് തൃപ്തി വരുവോളമുള്ളത് എന്റെ യേശു കൊടുക്കും. വിശന്ന ചിലരെ നീ കൊണ്ടുവന്നിരുത്ത്, തളർന്ന ചിലരെ കൊണ്ടുവന്നിരുത്ത്, നിരാശപ്പെട്ടായിരിക്കുന്ന ചിലരെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുത്ത്, ഓടി ചാടി നടക്കുന്ന ചിലതിന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുത്ത്. നിന്റെ കയ്യിൽ അവർ നോക്കുമ്പോൾ ഭയപ്പെടേണ്ട, നിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഭയപ്പെടേണ്ട, നിന്റെ പേഴ്സിൽ നോക്കുമ്പോൾ ഭയപ്പെടേണ്ട, നിന്റെ വീട്ടിനകത്ത് നോക്കുമ്പോൾ ഭയപ്പെടേണ്ട. നിന്റെ വീട്ടിനകത്തിരിക്കുന്ന അപ്പം പറക്കി കൊടുക്കുന്നവനല്ല എന്റെ ദൈവം. അവന്റെ കൈക്കലുണ്ട്, അവന്റെ കയ്യിലുണ്ട്, അവന്റെ കയ്യിലുണ്ട്. വാഴ്ത്തി നുറുക്കി കൊടുക്കുവാൻ എന്റെ കർത്താവിന്റെ കയ്യിലുണ്ട്. നീ ഇരുത്തുന്നത് എത്ര പേരാണെങ്കിലും അവരുടെ ആവശ്യം എന്ത് തന്നെ ആയിരുന്നാലും അവർ വഴിയിൽ തളർന്നു പോകാതെ കൊടുക്കുവാനുള്ളത് എന്റെ അപ്പന്റെ പക്കലുണ്ട്. എന്റെ അപ്പന്റെ ദൂത് തിരിച്ചറിഞ്ഞവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഓ ഫിലിപ്പോസേ, നിന്റെ കയ്യിലുള്ളതിനെ കുറിച്ചല്ലോ പറഞ്ഞേ, എന്റെ പക്കലുണ്ട്, എന്റെ പക്കലുണ്ട്. ഓ റീധാന തോമസേ, നീ ടെൻഷൻ അടിക്കണ്ട, ആരും നിന്നെ തല്ലിക്കൊല്ലത്തില്ല. എന്റെ പക്കലുണ്ട്, എന്റെ പക്കലുണ്ട്. മത്തായി, കണക്ക് പുസ്തകത്തിലോട്ട് മുഖം കുനിക്കേണ്ട, എന്റെ പക്കലുണ്ട്. നിന്നോട് ആരും ചോദിക്കത്തില്ല, എന്റെ പക്കലുണ്ട്. നീ പിടിച്ചിരുത്ത്. ആമേൻ. മതി വരുവോളം കൊടുക്കുവാൻ നിന്റെ കരത്തിൽ എന്റെ ദൈവം നിശ്ചയമായും തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതേ, നമ്മുടെ ദൈവം വർധനവിന്റെ ദൈവമാണ്. ആയിരിക്കുന്ന സാഹചര്യം നോക്കേണ്ട, ആയിരിക്കുന്ന അവസ്ഥ നോക്കേണ്ട. നോക്ക്, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 25-ാം അധ്യായത്തിൽ ഈസഹാക്ക് ഫെലിസ്ത്യരുടെ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ അവന് 100 മേനി വിളവ് കിട്ടി. തുടർന്ന് പറയുന്നു, അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. നീ ആയിരിക്കുന്ന ദേശം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ജാതീയ ദേവന്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ദേശം ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ദേശം അറിയപ്പെടുന്നത് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരുവന്റെ നാമത്തിലായിരിക്കും. ആമേൻ. അവർ ശക്തന്മാരായിരിക്കും, അവർ ബലവാന്മാരായിരിക്കും. ആമേൻ. നിനക്ക് അവരുടെ മുമ്പിൽ എതിർത്ത് നിൽക്കുവാനോ അവരുടെ കയ്യിലുള്ളത് നിന്റെ കയ്യിലേക്ക് കൊണ്ടുവരുവാനോ കഴിവില്ലാത്ത അവസ്ഥയിലായിരിക്കും. എന്നാൽ കേൾക്കണമേ, ശത്രുവിന്റെ വലിപ്പം കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്നെ ആക്കിവെച്ച സ്ഥാനത്ത് നിന്നെ വർദ്ധിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഓ സ്തോത്രം. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ, അടിക്കടി വെല്ലുവിളികൾ കടന്നു വരുന്ന, എന്നും പ്രശ്നമുള്ള, എന്നും പ്രതിസന്ധിയുള്ള, എന്നും കണ്ണുനീരുള്ള, എന്നും നിലവിളിയുള്ള, എന്നും നിരാശയുള്ള, എന്നും വേദനയുള്ള, എന്നും പ്രശ്നങ്ങളുള്ള, അതെ എന്നും പ്രശ്നങ്ങൾ. ഓ റീധാര ഷക അതരെ ഷന്ധാർ യേശുവിൻ നാമത്തിൽ എന്നും പ്രശ്നങ്ങളുള്ള ഇടത്ത്, എന്നും പ്രശ്നങ്ങളുള്ളയിടത്ത് നിന്നെ വർദ്ധിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ, സ്തോത്രം. മിസ്രയീമിൽ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വാഗ്ദത്തത്തെ കുറിച്ച് ദൈവം ഓർത്തു. ഇവൻ വർദ്ധിച്ചു, ഇനി ഇവരെ ബഹുസമ്പത്തോടുകൂടെ പുറത്തു കൊണ്ടുവരണം. നോക്കൂ, അതേ സമയം ബൈബിൾ പറയുന്നു, ആമേൻ, യോസേഫിനെ അറിയാത്തൊരു രാജാവ് അവിടെ ഉണ്ടായി.
ആമേൻ, ഹല്ലേലൂയ. അതേ സമയം യോസേഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ ഉണ്ടായി. യോസേഫിനെ അറിയാത്ത, രാജാവിനേക്കാൾ ഉയർന്ന സ്ഥാനം നൽകി ഒരു രാജാവ് ആദരിച്ച യോസേഫിനെ അറിയാത്തൊരു രാജാവ് അവിടെ ഉണ്ടായി. എപ്പോഴാണ് ജനം ബഹുസമ്പത്തോടെ പുറപ്പെട്ടു വരേണ്ട സമയമായപ്പോൾ ഊഴിയ വിചാരകന്മാർ അവതരിച്ചു. ഓ സ്തോത്രം. ഇന്നലകളിൽ കിട്ടിക്കൊണ്ടിരുന്നതിലും അധികം കിട്ടുവാനായി തുടങ്ങി. ഇന്നലകളിൽ കേട്ടതിലും അധികം കേൾക്കേണ്ട ഇടവന്നു. ഇന്നലകളിൽ കരഞ്ഞതിലും അധികം കരയേണ്ട അവസ്ഥയുണ്ടായി. പലരും ചിന്തിച്ചു ഭാരപ്പെടുന്നുണ്ട്, ഇന്നലെ ഇതിനേക്കാളും ഭേദമായിരുന്നു. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഇത്ര കരയേണ്ടി വന്നില്ലല്ലോ, കുറെ നാളുകൾക്ക് മുമ്പ് ഇത്ര കരയേണ്ടി വന്നില്ലല്ലോ, എന്തുകൊണ്ട് ഇത്രമാത്രം കരയേണ്ടി വരുന്നു? കേൾക്ക്, പുറപ്പെടുവാൻ സമയമായി. നീ പുറത്തു വരുവാൻ സമയമായി. കേൾക്ക്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആയിരിക്കുന്ന യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നീ ആയിരിക്കുന്ന സ്ഥാനത്തു നിന്ന്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്തു നിന്ന് പുറത്തു വരുവാൻ സമയമായി, പുറത്തു വരുവാൻ സമയമായി. ഈ വൈകിവേളയിലും ആ ശബ്ദം നീ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നീ പുറത്തു വരുവാൻ സമയമായി. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ബഹുസമ്പത്തോടുകൂടെ 430 വർഷം ഈ ജനത്തിന്റെ ചോര ഊറ്റിയെടുത്ത് സമ്പാദിച്ചു ചേർത്ത് വച്ചത് മുഴുവൻ മിസ്രയീമിന്റെ കാതിലും കഴുത്തിലും, ആമേൻ സ്തോത്രം, ഈ ജനം അധ്വാനിച്ചത്, ഈ ജനം കഷ്ടപ്പെട്ടത് എല്ലാം ഇട്ടിട്ട് പോ എന്നല്ല ബൈബിൾ പറയുന്നു. നിങ്ങൾ അവരെ കൊള്ളയിടും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നിന്നിൽ നിന്ന് ശത്രു എന്തൊക്കെ കവർന്നെടുത്തുവോ ആവർത്തിച്ചു വിളിച്ചു പറയട്ടെ, എന്റെ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. തെല്ലുപോലും മടിയില്ലാതെ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയാം, ആമേൻ, നഷ്ടപ്പെടുവാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. ഈ സമയം വരെയും ഒന്ന് നഷ്ടപ്പെടുത്തി പോടാ എന്ന് പറയാത്ത എന്റെ ദൈവം നഷ്ടപ്പെട്ടവനായി, നഷ്ടപ്പെട്ടവളായി നീ മാറും. ഓ നഷ്ടപ്പെട്ടവളായി നീ മാറുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഒന്നുപോലും കുറയാതെ ബഹുസമ്പത്തോടുകൂടെ നീ കെട്ട വാഗ്ദത്തം അവിധത്തിൽ തന്നെ നിവർത്തിക്കും. സാഹചര്യം കണ്ട് ഭയപ്പെടേണ്ട, പ്രതിസന്ധികൾ ഉയരുന്ന അനുഭവങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട. കണ്ണുനീർ കൂടുന്നല്ലോ, നിലവിളി ഏറുന്നല്ലോ, ആർദ്ധം പുറപ്പെടുവാൻ സമയമായി. എപ്പോഴാണ് പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? ആമേൻ സ്തോത്രം. ഇപ്പോഴുണ്ടോ എന്നറിയത്തില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ അവിടെ പാവിരിച്ചു കിടക്കുന്ന ഒരുപാട് വ്യക്തികളെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. തിരുവനന്തപുരത്തിന്റെ പട്ടണങ്ങളിലൂടെ സഞ്ചരിച്ചാൽ പ്ലാറ്റ്ഫോമിൽ അന്തിയുറങ്ങുന്ന ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ കാണുവാനായിട്ട് കഴിയും. അവരുടെ ഒരുത്തന്റെ അടുക്കലും പിശാച് പോകത്തില്ല. അവന്റെ ഒരുത്തന്റെ അടുക്കൽ നിന്ന് മോഷ്ടിക്കുവാൻ പിശാചിനൊന്നും ഇല്ല. ഉള്ളത് നിന്റെ അടുത്തായതുകൊണ്ട് എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചിലത് ഒരുക്കിയിട്ടുള്ളത് കൊണ്ട്, യേശുവിൻ നാമത്തിൽ എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചിലത് ഉണ്ടാക്കി തന്നിട്ടുള്ളത് കൊണ്ട്, നിനക്ക് വേണ്ടി ദൈവം ചിലത് കരുതിയിട്ടുള്ളത് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുവാൻ, നിന്റെ പുറത്തു വരവ് നഷ്ടപ്പെട്ടു പോകുവാൻ, നിന്റെ പുറപ്പാട് നഷ്ടപ്പെട്ടു പോകുവാൻ നീ പ്രാപിക്കേണ്ടത് Thank you Lord, thank you Jesus, thank you Holy Spirit. Nani Kartave, Nani Yeshua, Nani Rajave. Hallelujah, Amen, Hallelujah. Ridhana Shaka Radere Shantargan Yeshua Namatel. Hallelujah. Amen, amen. Oh, Stotra. Stotra, Misrimindalo. Amen, E. Faravonundalo. Pishajanal Pidikapatavrundalo. Amen, Arthi Tiratilla. Vitta Paranetum. Poikyo in the Paraneta. Vida the Itter Piditamunda. Vidatilla in Nina Vidatilla in Samatana Poga and Anivadikatilla in Angani Karea Dirikenda. Angani Sandoshama Irikenda. Angani Samadana Toda Jivikenda. Angan and the Jivatal Naladun Undagenda. Yen പറഞ്ഞ് വിടാതിട്ട് പിടിക്കുന്ന ഒരു കൂട്ടം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പുറപ്പെടും, ആമേൻ, അവനെ പിടികൂടും, എൻ്റെ ആശ അവൻ്റെ മേൽ ഞാൻ നിവർത്തിക്കും, ഞാൻ വാളുകൊണ്ട് തകർക്കും. ആമേൻ. ഒരു കൂട്ടമായി പുറപ്പെടുന്ന ഒരു സമയമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, കൂട്ടം കടുക്കുമ്പോൾ, എതിർത്ത് നിൽക്കുന്നവന്റെ ശക്തി വർദ്ധിക്കുമ്പോൾ തിരിച്ചറിയ, ചെങ്കടലിൽ ശവക്കുഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ ശത്രു
പ്രബലനായി തീരുമ്പോൾ, ഇന്നലകളിൽ ഇല്ലാത്ത വിധത്തിൽ ശത്രു ആമേൻ നിനക്ക് വിരോധമായി ഉറഞ്ഞു തുള്ളുമ്പോൾ, നിനക്ക് വിരോധമായി ആയുധം എടുക്കുമ്പോൾ, മുടിച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ പിന്നാലെ വിടാതെ പിന്തുടരുമ്പോൾ തിരിച്ചറിയ്, ചെങ്കടൽ മിസ്രയീമിന് വേണ്ടി ശവക്കുഴി ഒരുക്കിയ ദൈവം, ആ ദൈവം മരിച്ചിട്ടില്ല. ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. വിടാതെ പിന്തുടരുന്ന ചില ശത്രുവിന് സ്തോത്രം. ആമേൻ. നിങ്ങൾ ഒത്തിരി ബൈബിൾ വായിച്ചിട്ടുള്ളവരാണ്. പുറപ്പാട് പുസ്തകത്തിന് ശേഷം 15-ാം അധ്യായത്തിന് ശേഷം നിങ്ങളെപ്പോഴെങ്കിലും മിസ്രയീമ്യർ ദൈവത്തിൻ്റെ ജനത്തെ ആക്രമിച്ചു എന്നൊരു വാർത്ത എഴുതിയിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, മിസ്രയീമിൽ ആശ്രയിക്കുന്ന ദൈവജനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ മിസ്രയീം സപ്പോർട്ട് ചെയ്യുന്ന ദൈവജനത്തെ നിങ്ങൾക്ക് കാണുവാനായിട്ട് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. മിസ്രയീമിൽ പോയി വളരുന്ന യേശുവിനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. മിസ്രയീമിൽ വളരുന്ന ഭക്തന്മാരെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. മിസ്രയീമിൽ ആമേൻ പുഷ്ടി അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭക്തന്മാരെ വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ദൈവം ഒന്നിനെ തൊട്ടാൽ പിന്നെ അവൻ നിങ്ങൾക്ക് വിരോധമായി അതുവരെ നിന്നതുപോലെ നിൽക്കത്തില്ല. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചിലരെ തൊടുമ്പോൾ, ദൈവം ചിലരെ സന്ദർശിക്കുമ്പോൾ, ആമേൻ സ്തോത്രം. അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് കൃപയാൽ ഞാൻ കരുതുന്നു. ഒന്നാമതായി, എന്തുകൊണ്ട് എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി? ഏത് സ്മെല്ല് വെച്ച് തിരിച്ചറിയുവാൻ കഴിയും? ആമേൻ. സ്മെല്ല് കൊണ്ടല്ല, അനുഭവം കൊണ്ട് തന്നെ. മോഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അറുക്കപ്പെടുന്നുണ്ടെങ്കിൽ, മുടിക്കപ്പെടുന്നുണ്ടെങ്കിൽ പിശാച് ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി കടക്കാരായി മാറുന്നു, നന്മയുടെ വഴികളടയുന്നു, സന്തോഷമില്ല, സമാധാനമില്ല. തിരിച്ചറിയ പിശാച് കടന്നു വരുന്നു. ചോദിക്ക്, എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ പിശാച് കടന്നു വരുന്നത്? ബൈബിൾ പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ സ്വർഗത്തിൽ എടുത്തിട്ടുണ്ട്. ആമേൻ. ദൈവം സ്വർഗത്തിൽ ഒരു കൗൺസിൽ വിളിച്ചിട്ടുണ്ട്. ദൈവം ദൂതന്മാരുടെ സംഘത്തെ വിളിച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തെ മാറ്റുവാൻ, നിന്റെ അവസ്ഥയെ മാറ്റുവാൻ, നീ ഇന്നായിരിക്കുന്ന അനുഭവങ്ങളെ മാറ്റുവാൻ, നിനക്കൊരു വിശാലതയുടെ അനുഭവത്തെ ഒരുക്കി തരുവാൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രതിസന്ധി കടന്നു വരുമ്പോൾ, പ്രതിസന്ധി ഏറുമ്പോൾ, വെല്ലുവിളികൾ ഉയരുമ്പോൾ, പ്രിയരെ തിരിച്ചറിയ, ഒന്നിൻ്റെയും അവസാനമല്ല. ഇന്നലകളിൽ നിങ്ങളെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ പിശാചിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനിയും നിങ്ങളെ തൊടുവാൻ പന്ന പിശാചിന് കഴിയത്തേ ഇല്ല. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ. ആമേൻ. ഇന്നലകളിൽ നിങ്ങളെ തകർക്കുവാൻ, മുടിച്ചു കളയുവാൻ ഇതിലും ശക്തിയോടെ എഴുന്നേറ്റ ശത്രുവിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പകലിലും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആവർത്തിച്ചു പറയട്ടെ, ഇനിയും നിന്നെ തൊടുവാൻ. ആമേൻ. ഞാൻ പലപ്പോഴും സന്തോഷത്തോടെ പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ രോമത്തെ തൊടാൻ പോലും ആമേൻ പിശാചിന് കഴിയത്തില്ല. കാരണം വാചനം പറയുന്നു, നിന്റെ തലയിലെ രോമമൊക്കെയും യേശുവിന്റെ നാമത്തിൽ നിന്റെ രോമത്തെ പോലും എണ്ണി സൂക്ഷിക്കുന്ന, നിന്റെ തലമുടിയെ പോലും എണ്ണി സൂക്ഷിക്കുന്ന ഒരു ദൈവം, ആ ദൈവം നിനക്കൊപ്പമുണ്ട്. തൊടുവാൻ അവൻ അനുവദിക്കത്തില്ല. തകർന്നു പോകുവാൻ, നാശിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തേ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ നോക്കൂ, യോബിന്റെ ജീവിതത്തിലേക്ക് ആമേൻ അബ്രഹാം അറിയുകയാണ്. അതേ ഊസ് ദേശത്തിലെ യോബ് അബ്രഹാമിനൊക്കെ അറിയാത്തവനല്ലല്ലോ, അന്ന് അറിയാത്ത വ്യക്തിയല്ല യോബ്. യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. യോബിന്റെ ജീവിതത്തിൽ യോബിന്റെ മക്കൾ നഷ്ടപ്പെട്ടു, യോബിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, യോബിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു. യോബിന്റെ ഭാര്യ പറഞ്ഞു, നീ തള്ളിക്കളഞ്ഞിട്ട് പോയി ചത്തുകളക എന്ന് പറഞ്ഞു. മീൻസ് നീ ദൈവത്തെ തള്ളിക്കളയേ. ഇതിലും വലിയ കഷ്ടത ഇനി ഒരു മനുഷ്യന് വരാനുണ്ടോ? നീ ചുറ്റുപാടുമെന്ന് നോക്ക്. നീ കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത കഷ്ടത, അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത കഷ്ടത വെറും ഒരു യോബിന്റെ ജീവിതത്തിലല്ല, ഭക്തനായ യോബിന്റെ ജീവിതത്തിൽ, നീതിമാനായ യോബിന്റെ ജീവിതത്തിൽ, നിഷ്കളങ്കനായ യോബിന്റെ ജീവിതത്തിൽ, ദോഷം വിട്ടകന്നവനായ യോബിന്റെ ജീവിതത്തിൽ തന്റെ മക്കൾ പുറത്തു പോയി അകത്ത് കടന്നു വരുമ്പോൾ അവരറിയാതെ കണ്ണുകൊണ്ടോ ചിന്ത കൊണ്ടോ നിരൂപണം കൊണ്ടോ പാപം ചെയ്തിരിക്കാം എന്ന് കരുതി ആ പിള്ളാരെ പിടിച്ചിരുത്തി ഹോമയാഗം കഴിപ്പിക്കുന്ന സ്തോത്രം യോബിന്റെ ജീവിതത്തിൽ കഷ്ടം കടന്നു വന്ന്. ആമേൻ. അവൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. മാനുഷികമായി ചിന്തിച്ചാൽ നമ്മൾ കേൾക്കുന്നത് ശരിയാണ്, നമ്മൾ ചിന്തിക്കുന്നതും ശരിയാണ്. ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും, ഇത്രത്തോളം കരഞ്ഞിട്ടും, ഇത്രത്തോളം നിലവിളിച്ചിട്ടും, ഇത്രത്തോളം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരുന്നിട്ട് എൻ്റെ ദൈവം എന്നെ കൈവിട്ടല്ലോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലല്ലോ, ഞാൻ കരയുന്നവനായി, ഞാൻ കരയുന്നവളായി പിന്നെയും അലയുന്ന അനുഭവത്തെ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവം സമ്മാനിച്ചുവല്ലോ. ഇനി ഞാൻ എന്ത് വിശ്വസിച്ചവൻ്റെ പിന്നാലെ നടക്കും? ഇനി ഞാൻ എന്തിന് ഈ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കും
നടക്കണം, ഇനി ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം, ഇനി ഞാൻ എന്തിന് കരയണം, ഇനി ഞാൻ എന്തിന് ഉപവസിക്കണം, ഇനി ഞാൻ എന്തിന് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. ആമേൻ. ലോക മനുഷ്യനായി ഇങ്ങനെ ചിന്തിക്കുവാൻ കഴിയും. എന്നാൽ നഷ്ടപ്പെട്ടവനായ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. എൻ്റെ ദേഹം ദ്രവിച്ച് അത് മണ്ണോട് ചേർന്നാൽ, എൻ്റെ കണ്ണ് ആമേൻ സ്തോത്രം താഴെ വീണ് നശിച്ചു പോയാലും അതേ ആമേൻ ആ പൊടിയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എനിക്ക് എൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ വിശ്വാസത്തിനും എൻ്റെ വിശ്വസ്തതയ്ക്കും പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ മണ്ണായാലും ആ പൊടിയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും. ഓ റിദാന ഷഖ റദരെ ശന്ധാരകന ദീപൽ ബൗഡ ശന്ധോർഗന. യേശുവിൻ നാമത്തിൽ. ഇയ്യോബ് ഭക്തനായിരുന്നത് കൊണ്ട് ഭാര്യയ്ക്ക് അറിയാത്തൊരു കാര്യം ഇയ്യോബിന് അറിയാം. ആമേൻ. കേൾക്കണമേ, ഭക്തൻ മാത്രം അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഭക്തർ മാത്രം അറിയേണ്ട കാര്യങ്ങളുണ്ട്. രാവിലെ നിങ്ങളോട് ഒരു പാസേജ് മുഴുവൻ, ഒരു സഭയോടുള്ള ദൂത് മുഴുവൻ ഏകദേശം 6-7 വാക്യങ്ങൾ കണ്ടിന്യൂസ് ആയി വായിക്കുവാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അവസാനം ആമേൻ സ്തോത്രം ദൂതൻ ആമേൻ യേശു ദൂതനോട് പറഞ്ഞ് യോഹന്നാൻ സ്തോത്രം പത്മോസിലായിരിക്കുന്ന യോഹന്നാനോട് അരുളി ചെയ്യുന്നത് അവസാനം ഇങ്ങനെയാണ്. എന്താണ് ആത്മാവ് സഭകളോട് പറയുന്നത്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. ഭക്തനാരാണ്? ചെവിയുള്ളവനാണ്. നാട്ടുകാർ കേൾക്കുന്നതല്ല അവൻ കേൾക്കുന്നത്, വീട്ടുകാർ കേൾക്കുന്നതല്ല അവർ കേൾക്കുന്നത്. ഭക്തൻ കേൾക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഭക്തൻ കേൾക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഭക്തൻ കാണുന്നത് ദൈവത്തെയാണ്. ഇയ്യോബ് പലവരും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഇയ്യോബിനറിയാം എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല. ഞാൻ പൊടിയായി തീർന്നാലും ആ പൊടിയിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ഇന്ന് വരെയും സേവിച്ചത്. ആ ദൈവത്തെയാണ് ഞാൻ ഇന്ന് വരെയും ആരാധിച്ചത്. ആ ദൈവം എന്നെ കൈവിടത്തുമില്ല. ആ ദൈവം എന്നെ ഉപേക്ഷിക്കത്തുമില്ല. ആ ദൈവം എന്നെ കണ്ട് കാണാതെ പോകത്തുമില്ല. ആമേൻ. ഹല്ലേലൂയ. ഭാര്യയ്ക്കില്ലാത്ത ഉറപ്പ്, ബന്ധുക്കൾക്കില്ലാത്ത ഉറപ്പ്, സ്നേഹിതന്മാർക്കില്ലാത്ത ഉറപ്പ് ഇയ്യോബേ നിനക്കൊന്നുകൊണ്ടെന്ന് വിളിച്ചു ചോദിക്ക്. ഇയ്യോബ് പറയും, ഞാൻ നിഷ്കളങ്കനാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് കള്ളത്തരമില്ല, ഞാൻ നീതിമാനാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നീതിമാനായിരുന്നു, ഞാൻ നീതിമാനായി ജീവിച്ചത് വെറുതെയാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നീ പലതും ഈ ലോകത്തിലേത് നഷ്ടപ്പെടുത്തി, പല സന്തോഷങ്ങളും മാറ്റിവെച്ച്, പല അനുഗ്രഹങ്ങളും വേണ്ട, ലോകം തരുന്ന പല അനുഗ്രഹങ്ങളും അനുഭവങ്ങളും വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പിന്നാലെ നടന്നുവെങ്കിൽ ആമേൻ കേൾക്ക്, അതിന് പ്രതിഫലം തരാതിരിക്കുവാൻ മാത്രം അനീതിയുള്ള ഒരു ദൈവമല്ല എന്റെയും നിന്റെയും ദൈവം. അതെ, എന്റെയും നിന്റെയും ദൈവം അനീതിയുള്ള ദൈവമല്ല, അനീതിയുള്ള ദൈവമല്ല. നിന്റെ കണ്ണുനീർ കണ്ടിട്ട് കാണാതെ പോകുന്ന അനീതിയുള്ള ഒരു ദൈവമല്ല. നിന്റെ നിലവിളിയുടെ ശബ്ദം കേട്ടിട്ട് ആമേൻ മുഖം തിരിക്കുന്ന അനീതിയുള്ള ഒരു ദൈവമല്ല. നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവം, നിനക്കൊപ്പം ഇറങ്ങി കരയുന്ന ഒരു ദൈവം, നിന്റെ വേദനയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ദൈവം, നിന്റെ സങ്കടങ്ങൾക്കൊപ്പം നിന്ന് നിന്റെ കണ്ണുനീർ കണ്ട് നിനക്കൊപ്പം നിന്ന് കരയുന്ന ഒരു ദൈവം. എൻ്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, എൻ്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ സന്തോഷങ്ങളെ, നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ലോകത്തിലെ അനുഭവങ്ങളെ ആമേൻ കണ്ടില്ലെന്ന് വയ്ക്കുവാൻ എൻ്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. എൻ്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. നീ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് കാണാതിരിക്കുവാൻ, നീ അവന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നത് കാണാതിരിക്കുവാൻ എൻ്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. എൻ്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവം നീതിയുള്ള ദൈവമത്രേ. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമത്രേ. ആമേൻ. ഹല്ലേലൂയ. അവൻ കണ്ണുനീര് കണ്ടിട്ട് മാറ്റി വിട്ടിട്ട് അവൻ പോകത്തില്ല. അവൻ നിന്റെ നിലവിളിയുടെ ശബ്ദം കേട്ടിട്ട് എല്ലാം ആയില്ലേ, ഇനി ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് പോകത്തില്ല. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു കണ്ണുനീർ വാർത്തു, യേശു ധാരധാരയായി കണ്ണുനീർ വാർത്തു, യേശു കരഞ്ഞു. ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ യേശു കരഞ്ഞു. ആമേൻ. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. ആമേൻ. ലാസറിന്റെ പ്രിയ സഹോദരിമാരുണ്ടായിരുന്നു. സഹോദരിമാരെന്താ പറഞ്ഞത്? യേശുവേ, അവൻ സ്തോത്രം മരിച്ചു, അവൻ നാറ്റം വെച്ചു പോയി, ഇനി സ്തോത്രം അവന്റെ പിന്നാലെ പോകണ്ട. സഹോദരിമാർ പറഞ്ഞു, അവൻ നാറ്റം വെച്ചു പോയി. ആമേൻ. അവന്റെ സ്നേഹിതൻ
കുരുടന്മാർ പറഞ്ഞു അവൻ യേശുവിനെ അറിഞ്ഞവനാണ്, യേശു കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നവനാണ്, എന്നിട്ടും ഇവന് സൗഖ്യം കൊടുത്തില്ലല്ലോ. കേൾക്കണമേ, ബന്ധുക്കൾ പറയും നിന്റെ സീസൺ കഴിഞ്ഞു, നാട്ടുകാർ പറയും, വേണ്ടപ്പെട്ടവർ പറയും, പ്രിയപ്പെട്ടവർ പറയും നീ തീർന്നു പോയി, നീ അവസാനിച്ചു പോയി, നീ നാറ്റം വെച്ചു പോയി. ആവർത്തിച്ചു പറയട്ടെ, നിന്റെ കുടുംബം, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ വേണ്ടപ്പെട്ടവർ ഇന്നായിരിക്കുന്ന അവസ്ഥ കണ്ട് ഒപ്പമുള്ളവർ, പ്രിയപ്പെട്ടവർ, ലോകം പല വിധികളും എഴുതുമ്പോൾ നീ പോലും കരയുവാൻ മടിക്കുന്ന സ്ഥാനത്ത് വന്ന് നിനക്ക് വേണ്ടി കരഞ്ഞ് നിന്റെ കണ്ണുനീര് ശരിയാക്കി മാറ്റുന്ന ഒരു ദൈവം, നീതിയുള്ള ദൈവം, അനീതിയില്ലാത്ത ദൈവം, അനീതിയില്ലാത്ത ദൈവം, നീതിയുള്ള ദൈവം, നീതിമാനായ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് യോബ് ഭക്തിയോടെ നിന്നത്. യോബിനറിയാം ഞാൻ പൊടിയിലായി പോയാലും, യോബിനറിയാം ഞാൻ തകർന്നു പോയാലും, യോബിനറിയാം എൻ്റെ ജീവിതം ഏറ്റവും നരകതുല്യമായി തീർന്നാലും എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും. അതുകൊണ്ടാണ് യോബ് പറഞ്ഞു വെച്ചത്, വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്, വെട്ടിക്കളഞ്ഞാലും അതിൽ നിന്ന് പുതിയ മുളപ്പുകൾ വരും. മനുഷ്യനും പിശാചും ചേർന്ന് വെട്ടി നിരത്തിയാലും അതിൽ നിന്ന് പുതിയ മുളകളെ വരുത്തുന്ന ഒരു നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് ഈ ശബ്ദ പരിധിയിൽ, അതേ എൻ്റെ ജീവിതത്തിന് നല്ലതൊക്കെ അവസാനിച്ചു, നല്ല കാലം അവസാനിച്ചു, നന്മകൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ തീർന്നു എന്ന് പറഞ്ഞായിരിക്കുമ്പോൾ തിരിച്ചറിയ്, ഒരു വൃക്ഷത്തിലും അധികം പ്രത്യാശയുണ്ട് നിനക്ക്. നീ ഇന്ന് എൻ്റെ യേശുവിനൊപ്പമായിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നീ ഇന്ന് എൻ്റെ യേശുവിനൊപ്പമായിരിക്കുന്നു. നീ എൻ്റെ യേശുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. ആമേൻ. വെട്ടിക്കളഞ്ഞ സ്ഥാനത്തു നിന്ന് പുതിയ മുളകളെ തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ആമേൻ, സ്തോത്രം. പലരുമായിരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് ലോകം പറയും തീർന്നു, നാറ്റം വെച്ചു പോയി, പഠനം കഴിഞ്ഞു, ഇത്രയായി, നല്ലൊരു ജോലി കിട്ടിയില്ല. പലരും പറയും ആമേൻ ഇനി പ്രതീക്ഷിക്കേണ്ട, ഈ കാലഘട്ടം അറിയാമല്ലോ, നല്ല ജോലി കിട്ടാത്തില്ല, അവൻ ഒത്തിരി ശ്രമിച്ചു, കടം മാറുന്നില്ല, കടം കൂടി വരുന്നു. കുറേ ആകുമ്പോൾ എല്ലാവരും പറയും നിന്നെക്കൊണ്ട് ഈ കടം തീർക്കുവാൻ കഴിയത്തില്ല, നിനക്ക് മുമ്പിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്, വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം, വേണമെങ്കിൽ തലകുനിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാം, അല്ലെങ്കിൽ ഒളിച്ചോടാം. ആമേൻ, നിന്നെക്കൊണ്ട് ഈ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല. രോഗമേറുമ്പോൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ വലിപ്പം കൂടുമ്പോൾ, ടെസ്റ്റുകൾക്ക് ചിലവാക്കുന്ന തുക അധികമാകുമ്പോൾ ഡോക്ടർ ആമേൻ നിന്നോട് മുഖത്ത് നോക്കി തന്നെ പറയും ഇനി പ്രതീക്ഷ വയ്ക്കണ്ട, ഇനി ഇതിന്റെ പിന്നാലെ നടക്കണ്ട, എനിക്ക് പ്രതീക്ഷയില്ല. ആമേൻ, സ്തോത്രം. ചില രോഗങ്ങൾ വരുമ്പോൾ ഡോക്ടർമാർ പറയും, ആമേൻ, അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ പറയും ഇതോടെ തീർന്നു, ഇതിൽ നിന്ന് പുറത്തു വരത്തില്ല. ചില അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നോക്കി, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ നോക്കി ലോകം വിളിച്ചു പറയും ഇവൻ തീർന്നു, ഇവൾ തീർന്നു, നാറ്റം വെച്ചുപോയി, നാറ്റം വെച്ചുപോയി, ഇനി ഒരിക്കലും അവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ല. ലോകം അത് പറഞ്ഞ് ബായ് ബായ് തന്ന് മാറിപ്പോയാലും നിനക്കൊപ്പം വന്ന് പെട്ടുപോയതിനെ തിരികെ കൊണ്ടുവരുന്ന ഒരു ദൈവം, അവൻ അനീതിയുള്ള ദൈവമല്ല, അവൻ നീതിയുള്ള ദൈവം. എൻ്റെ യേശു അനീതിയുള്ള ദൈവമല്ല, അവൻ നിന്നോട് അനീതി കാണിക്കത്തില്ല. എൻ്റെ ദൈവം നീതിയുള്ള ദൈവം, എൻ്റെ യേശു നീതിയുള്ള ദൈവം, എൻ്റെ യേശു നീതിയുള്ള ദൈവം, അവൻ അനീതി കാണിക്കത്തേ ഇല്ല. ആമേൻ, ഹല്ലേലൂയ. മർത്തമറിയമാരുടെ പ്രാർത്ഥനയ്ക്ക്, മർത്തമറിയമാരുടെ വിശ്വസ്തതയ്ക്ക്, ആമേൻ, കല്ലറയ്ക്കകത്ത്, കല്ലറ വാതിൽക്കൽ പോയി കല്ലറയ്ക്കകത്തായി പോയതിനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം നീതിമാനായ യേശു ഇന്നും ജീവിക്കുന്നു. അവൻ നിശ്ചയമായും പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. നോക്കൂ, പലരും പലതും പറയും, നിങ്ങൾ തന്നെ ഒരുപക്ഷെ പറഞ്ഞേക്കാം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആമേൻ മനോഹരമായി നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ യോബിന്റെ പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഒരു തിയോളജിയുടെയും ആവശ്യമില്ല, വിടുതലിനെ കുറിച്ച് അറിയുവാൻ ഒരു തിയോളജിയുടെയും ആവശ്യമില്ല. വേറെ പലതും അറിയാനാണ് തിയോളജി. ആമേൻ. വിടുതലിനെ കുറിച്ച് അറിയുവാൻ ഒരു തിയോളജിയും വേണ്ട. കുരുടന് കാഴ്ച കിട്ടി, എന്തോന്ന് തിയോളജി? കുരുടനാണോ പ്രാർത്ഥിച്ചോ? മുടന്തൻ നടന്നു, ഒരു തിയോളജിയുമില്ല. ആമേൻ, സ്തോത്രം. നീ മുടന്തനാണോ? പ്രാർത്ഥിച്ചോ? ആമേൻ. ഒഴിഞ്ഞ വല നിറഞ്ഞു, തിയോളജി ഒന്നും വേണ്ട. നീ ശൂന്യനായിരിക്കുന്നുവോ? പ്രാർത്ഥിക്ക്, നിന്നെ നിറയ്ക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ആമേൻ, സ്തോത്രം. നോക്ക്, ഒരു തിയോളജിയുമില്ല, ഒരു കാര്യവുമില്ല. ലളിതമായി മനോഹരമായി 37-ാം അധ്യായം മുതൽ കാണുവാൻ കഴിയും. ദൈവം ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ചുറ്റുപാടും യോബ് കാണുന്നതിനെല്ലാം ചൂണ്ടിക്കാണിച്ച്
അവൻ ദൈവം സംസാരിക്കുക, നീ നോക്കടാ, ഈ നക്രത്തിന്റെ വാള് കണ്ടോ, കപ്പലിനെ പോലും അടിച്ചു കീറിക്കളയുവാൻ തക്കവണ് കരുത്തുള്ള വാള്. ഇതിനെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് നിനക്ക് വേണ്ടവണ്ണം മനസ്സിലായിട്ടുണ്ടോ? ആമേൻ. നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടവണ്ണം മനസ്സിലായിട്ടുണ്ടോ? ലോകത്തിന് വേണ്ടവണ്ണം മനസ്സിലായിട്ടുണ്ടോ? കേൾക്ക്. ആമേൻ. ഇന്ന് ഈ സമയവും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ അറിഞ്ഞതിലും അധികമായി, നിങ്ങളെ അറിയുന്നവർ അറിഞ്ഞതിലും അധികം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഈ രാത്രി, ഈ വൈകിയവേളയിൽ ഞാൻ ഉയർത്തുന്നത്. എൻ്റെ യേശു അറിഞ്ഞതിലും അധികം, നിന്റെ പ്രിയപ്പെട്ടവർ അറിഞ്ഞതിലും അധികം നിനക്ക് വേണ്ടി ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. സ്തോത്രം. അപ്പോൾ തിരിച്ചറിയുക, ആബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതാണ്. യോബ് എന്ന ഭക്തൻ, വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകമാണ് യോബിന്റെ പുസ്തകം. ആ പുസ്തകത്തിനെ പിന്തുടർന്നാണ് ബാക്കി എല്ലാ എഴുത്തുകാരും എഴുതി സാക്ഷ്യങ്ങൾ ചേർത്ത് 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 മുൻപോട്ട് വന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും വിളിച്ചു പറയട്ടെ, ഒത്തിരി പേർ പറഞ്ഞും അറിഞ്ഞും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാക്ഷ്യമാക്കി നിന്നെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. തിരിച്ചറിയുന്നവർക്കായി ഹല്ലേലൂയ. ഒത്തിരി പേർ പറഞ്ഞ് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന സാക്ഷ്യമാക്കി നിങ്ങളെ മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. യോബ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, അവൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. ആവർത്തിച്ച് പറയട്ടെ, ദൈവത്തിന് യോബിനെ അനുഗ്രഹിച്ച് കൊതി തീർന്നില്ല. ഇന്നും ദൈവത്തിന് സ്തോത്രം. ആബ്രഹാം ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. ആമേൻ. വിശ്വസ്തയോടെ ആയിരുന്നു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ച് കൊതി തീർന്നിട്ടില്ല, ദൈവത്തിന് മതി വന്നിട്ടില്ല. അതുകൊണ്ടാണ് വിശ്വാസികളായ നമ്മൾ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ വാഗ്ദത്തം ചെയ്യപ്പെട്ടവരെന്ന് വചനം പറയുന്നത്. ഗലാത്യലേഖനം 3-14 വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ പരിശുദ്ധാത്മാവിനാൽ ആബ്രഹാമിന്റെ വാഗ്ദത്തം ജാതികളായ എന്റെയും നിങ്ങളുടെയും മേൽ വ്യാപരിക്കുന്നു. വിശ്വാസികളായ നാം ആബ്രഹാമിന്റെ സന്തതികളല്ലോ. ഇന്നും ആബ്രഹാമിനെ അനുഗ്രഹിച്ചു ദൈവത്തിന് കൊതി തീർന്നിട്ടില്ലെങ്കിൽ, നീ ഇറങ്ങി തിരിച്ചു, നീ പ്രാർത്ഥിച്ചു, നീ കരഞ്ഞു, അയ്യോ ദൈവം കൈവിട്ടോ എന്ന് ചോദിച്ച് വിലപിക്കുമ്പോൾ തിരിച്ചറിയ, ആബ്രഹാമിനെ നൂറ്റാണ്ടുകൾക്കിപ്പുറവും അനുഗ്രഹിച്ചു കൊതി തീരാത്ത ദൈവം നിന്നെയും വെറുതെ വിടത്തില്ല. എൻ്റെ ദൈവം നിന്നെയും അനുഗ്രഹിക്കാതെ വിടത്തില്ല. എൻ്റെ ദൈവം നിന്നോട് ചെയ്ത വാഗ്ദത്തത്തെയും നിറവേറ്റാതെ വിടത്തില്ല. ഈ സമയം ഒരുമിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ആരും മൗനമായിരിക്കരുത്. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിച്ച് കൊതി തീരാത്ത ദൈവം. ആമേൻ. റാധിയ ശഖാരതരെ ശന്ധാരകന. അനുഗ്രഹിച്ച് കൊതി തീരാത്ത ദൈവം. ആമേൻ. നിന്നെ വിടിവിച്ച് കൊതി തീരാത്ത ദൈവം. ഓ റിദാരദന ശഖാരതരെ ശന്ധാരകന. ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ആരും മൗനമായിരിക്കരുത്. ഒരു നിമിഷം ഈ വൈകിയവേളയിൽ വിളിക്ക്, യേശുവേ അങ്ങ് നീതിയുള്ള ദേവൻ, അങ്ങ് നീതിയുള്ള ദൈവം, അങ്ങ് നീതിയുള്ള ദൈവം, അങ്ങ് അനീതിയുള്ളവനല്ല. എൻ്റെ യേശുവേ, അങ്ങ് നീതിമാനായിരിക്കുന്നത് കൊണ്ട് ഞാൻ അനീതി അനുഭവിക്കുവാനിട വരത്തില്ല. ഒരുമിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചോട്ടെ. ഒപ്പമുള്ളവരെ നോക്കണ്ട, ഇന്നലകളിലെ സാഹചര്യത്തെ നോക്കണ്ട. ആബ്രഹാമിനെ കൈവിടാത്ത ദൈവം, ആബ്രഹാമിനെ അനുഗ്രഹിച്ച് കൊതി വരാത്ത ദൈവം, ആബ്രഹാമിനെ വിടിവിച്ച് കൊതി തീരാത്ത മതി വരാത്ത ദൈവം, ആ ദൈവം, ആമേൻ, ആ ദൈവം നിന്നെ കൈവിടത്തില്ല. ആ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. ആമേൻ. ആ ദൈവം നിനക്ക് വേണ്ടിയുള്ള വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ ആ കർത്താവ് ഇറങ്ങി വരിക. ഈ ആഴ്ച നീ ആ ദൈവ പ്രവൃത്തി കാണുവാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ, ഹല്ലേലൂയ, എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? എൻ്റെ ദൈവം ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ. ഓ റീദാരാധന ശഖാരതരെ ശന്ധാരകന. ഈ ആഴ്ച എൻ്റെ ദൈവം ആ വാഗ്ദത്തം നിവർത്തിക്കും. ഈ ആഴ്ച എൻ്റെ ദൈവം എന്നോടുള്ള വാഗ്ദത്തം നിവർത്തിക്കും. ഈ ആഴ്ച ഞാൻ കേട്ട വാഗ്ദത്തത്തെ എൻ്റെ ദൈവം ഈ ആഴ്ച എനിക്ക് നിവർത്തിച്ചു തരും. ഈ രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.